ശാന്തി 16/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മീയ വഴികാട്ടികളാണ്. നിങ്ങൾ എല്ലാവർക്കും ശാന്തിധാമത്തിലേക്കുള്ള, അതായത് അമരപുരിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഏതൊരു ലഹരിയാണ് ഉള്ളത്? ആ ലഹരിയുടെ ആധാരത്തിൽ ഏതൊരു നിശ്ചയത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്? ഉത്തരം: കുട്ടികളായ നിങ്ങൾക്ക് ഈ ലഹരിയുണ്ട്. നമ്മൾ ബാബയെ ഓർമ്മിച്ച് ജന്മജന്മാന്തരങ്ങളിലേക്ക് പവിത്രമാകുന്നു. നിങ്ങൾ നിശ്ചയത്തോടുകൂടി പറയുന്നു, എത്ര തന്നെ വിഘ്നങ്ങൾ വന്നാലും സ്വർഗത്തിൻ്റെ സ്ഥാപന തീർച്ചയായും ഉണ്ടാവുക തന്നെ വേണം. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും ഉണ്ടാവുക തന്നെ വേണം. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാവാണ്. ഈ സമയം നമ്മൾ ആത്മീയ വഴികാട്ടിയായിരിക്കുന്നു. ആകുകയും ചെയ്യുന്നു, ആക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യൂ. മായയുടെ കൊടുങ്കാറ്റ് മറവി ഉണ്ടാക്കുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് ചിന്തിക്കേണ്ടതാണ്. ഈ അമൂല്യ രത്നങ്ങൾ അമൂല്യ ജീവിതത്തിനു വേണ്ടി ആത്മീയ പിതാവിൽ നിന്നും ലഭിക്കുന്നു. ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ആത്മീയ വഴികാട്ടി അഥവാ ഗൈഡ്സ് ആണ്. മുക്തിധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ. ഇതാണ് അമരപുരിയിലേക്ക് പോകുവാനുള്ള സത്യമായ അമരകഥ. അമരപുരിയിലേക്ക് പോകുന്നതിനായി നിങ്ങൾ പവിത്രമായി കൊണ്ടിരിക്കുന്നു. അപവിത്രവും ഭ്രഷ്ടാചാരിയുമായ ആത്മാവ് എങ്ങനെ അമരപുരിയിലേക്ക് പോകും? മനുഷ്യർ അമർനാഥിലേക്ക് യാത്ര പോകുന്നു. സ്വർഗത്തെയും അമരനാഥപുരി എന്ന് പറയും. അമരനാഥൻ ഒറ്റയ്ക്കായിരിക്കുകയില്ല. നിങ്ങളെല്ലാ ആത്മാക്കളും അമരപുരിയിലേക്ക് പോവുകയാണ്. അതാണ് ആത്മാക്കളുടെ അമരപുരിയായ പരംധാമം. പിന്നീട് അമരപുരിയിലേക്ക് ശരീരത്തോടൊപ്പം വരുന്നു. അവിടേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? പരംപിത പരമാത്മാവ് സർവ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു. അതിനെ അമരപുരി എന്നും പറയുവാൻ സാധിക്കും. പക്ഷേ ശരിയായ നാമം ശാന്തിധാമം എന്നാണ്. അവിടെ സർവർക്കും പോവുക തന്നെ വേണം. ഡ്രാമയുടെ ഭാവി നിശ്ചയിക്കപ്പെട്ടതാണ്. മാറ്റാൻ നോക്കിയാലും മാറില്ല. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ ധാരണ ചെയ്യൂ. ആദ്യം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പരംപിത പരമാത്മാവും ആത്മാവ് തന്നെയാണ്. കേവലം ആ ഒന്നിനെ പരംപിത പരമാത്മാ എന്ന് പറയുന്നു. ആ ഒന്ന് നമ്മെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, പവിത്രതയുടെ സാഗരമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് പവിത്രമാകുന്നതിനായി ശ്രീമത് നൽകുന്നു. എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം മുറിയും. ഓർമ്മയെ തന്നെയാണ് യോഗം എന്ന് പറയുന്നത്. നിങ്ങളാണെങ്കിൽ കുട്ടികളാണല്ലോ, ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മയിലൂടെയാണ് തോണി അക്കരെ എത്തുന്നത്. ഈ വിഷയ നഗരിയിൽ നിന്നും നിങ്ങൾ ശിവനഗരിയിലേക്ക് പോകും. പിന്നീട് വിഷ്ണുപുരിയിലേക്ക് വരും. നമ്മൾ പഠിക്കുന്നത് തന്നെ അവിടത്തേക്ക് വേണ്ടിയാണ്, ഇവിടത്തേക്ക് വേണ്ടിയല്ല. ഇവിടെ ആരാണോ രാജാക്കന്മാർ ആകുന്നത്, അവർ ധനം ദാനം ചെയ്യുന്നതിലൂടെയാണ് ആകുന്നത്. പലരുമുണ്ട്, അവർ ദരിദ്രരെ വളരെയധികം പരിപാലിക്കുന്നു. ചിലർ ഹോസ്പിറ്റൽ, ധർമ്മശാലകൾ ആദിയായവ ഉണ്ടാക്കുന്നു. ചിലർ ധനം ദാനം ചെയ്യുന്നു. ഏതുപോലെ സിന്ധിൽ മൂൽചന്ദ് ഉണ്ടായിരുന്നു. ദരിദ്രരുടെ അടുക്കൽ പോയി ദാനം ചെയ്യുമായിരുന്നു. ദരിദ്രരെ വളരെയധികം സംരക്ഷിച്ചിരുന്നു. അതുപോലെ വളരെയധികം ദാനികളുണ്ട്.
രാവിലെ എഴുന്നേറ്റ് അന്നത്തിൻ്റെ ഒരു പിടി മാറ്റുന്നു, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. ഇക്കാലത്ത് തട്ടിപ്പുകൾ വളരെയധികം നടക്കുന്നുണ്ട്. യോഗ്യർക്കാണ് ദാനം നൽകേണ്ടത്. ആ ബുദ്ധി ഇല്ല. പുറത്ത് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നൽകുന്നത് ദാനമൊന്നുമല്ല, ഇത് അവരുടെ തൊഴിലാണ്. ദരിദ്രർക്ക് ദാനം നൽകുന്നവർ നല്ല പദവി നേടുന്നു. ഇപ്പോൾ നിങ്ങളേവരും ആത്മീയ വഴികാട്ടികളാണ്. നിങ്ങൾ എക്സിബിഷൻ അഥവാ മ്യൂസിയം തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള പേര് എഴുതി വയ്ക്കൂ. അതിലൂടെ സിദ്ധമാകണം: ഗൈഡ് ടു ഹെവൻ അഥവാ പുതിയ വിശ്വത്തിൻ്റെ രാജധാനിയുടെ ഗൈഡ്സ്. പക്ഷേ മനുഷ്യർ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇത് മുള്ളുകളുടെ കാടാണ്. സ്വർഗം പുഷ്പങ്ങളുടെ പൂന്തോട്ടമാണ്. അവിടെ ദേവതമാർ വസിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ ബാബയെ ഓർമ്മിച്ച് ജന്മജന്മാന്തരങ്ങളിലേക്ക് പവിത്രമാകുന്നു. നിങ്ങൾക്കറിയാം, എത്ര തന്നെ വിഘ്നമുണ്ടായാലും സ്വർഗത്തിൻ്റെ സ്ഥാപന തീർച്ചയായും ഉണ്ടാകണം. പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും ഉണ്ടാവുക തന്നെ വേണം. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ സംശയത്തിൻ്റെ കാര്യമേ ഇല്ല. അല്പം പോലും സംശയം കൊണ്ടുവരുവാൻ പാടില്ല. എല്ലാവരും പതീത പാവനൻ എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷിലും പറയുന്നു, ദുഃഖത്തിൽ നിന്നും വന്ന് ലിബറേറ്റ് ചെയ്യൂ. ദുഃഖങ്ങൾ ഉള്ളത് തന്നെ 5 വികാരങ്ങൾ കാരണമാണ്. അത് വൈസ്ലെസ് വേൾഡ് ആണ്, സുഖധാമമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം. മനുഷ്യർ മനസ്സിലാക്കുന്നു സ്വർഗം മുകളിലാണ്. അവർക്ക് മുക്തിധാമമാണ് മുകളിൽ എന്നത് അറിയില്ല. ജീവൻ മുക്തിയിൽ ഇവിടെ തന്നെയാണ് വരേണ്ടത്. ഇത് ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അതിനെ നല്ല രീതിയിൽ ധാരണ ചെയ്ത് നോളജിൻ്റെ മഥനം ചെയ്യണം. സ്റ്റുഡൻറ്റും വീട്ടിൽ ഈ ചിന്ത നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പേപ്പർ പൂരിപ്പിച്ച് നൽകണം, ഇന്ന് ഇത് ചെയ്യണം എന്നെല്ലാം. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ മംഗളത്തിനു വേണ്ടി ആത്മാവിനെ സദോ പ്രധാനമാക്കണം. പവിത്രമായി മുക്തിധാമത്തിലേക്ക് പോകണം. നോളജിലൂടെ പിന്നെ ദേവതയാകുന്നു. ആത്മാവ് പറയുന്നുവല്ലോ, ഞാൻ മനുഷ്യനിൽ നിന്നും ബാരിസ്റ്റർ ആകുന്നു. ഞാൻ ആത്മാവ് മനുഷ്യനിൽ നിന്നും ഗവർണർ ആകുന്നു. ആത്മാവാണ് ആകുന്നത് ശരീരത്തോടൊപ്പം. ശരീരം നശിക്കുമ്പോൾ പിന്നെ പുതിയതായി പഠിക്കേണ്ടി വരുന്നു. ആത്മാവ് തന്നെയാണ് വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാബ പറയുന്നു, ഇത് ഉറപ്പിച്ച് ഓർമ്മിക്കൂ, ഞാൻ ആത്മാവാണ്. ദേവതമാർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നില്ല, ഓർമ്മിക്കേണ്ടി വരുന്നില്ല. കാരണം അവർ പാവനം തന്നെയാണ്, പ്രാപ്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പതീതമല്ല ബാബയെ ഓർമ്മിക്കാൻ. നിങ്ങൾ ആത്മാക്കൾ പതീതമാണ്, അതിനാൽ ബാബയെ ഓർമ്മിക്കണം. അവർക്കാണെങ്കിൽ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രാമയാണല്ലോ. ഒരു ദിവസം പോലും ഒരേപോലെ ആയിരിക്കുന്നില്ല. ഈ ഡ്രാമ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുഴുവൻ ദിവസത്തെയും പാർട്ട് സെക്കൻഡ് ബൈ സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഒരു കാര്യത്തിലും ഹാർട്ട് ഫെയിൽ ആകരുത്. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. തൻ്റെ തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. പക്ഷേ ഭാവിയിലെ ഉയർന്ന പദവി നേടുന്നതിനായി പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കണം. കുമാരിമാരാണെങ്കിൽ ഗൃഹസ്ഥത്തിലേക്ക് പോയിട്ടില്ല. ഗൃഹസ്ഥി എന്ന് പറയുന്നത് ആർക്കാണോ കുട്ടികളുള്ളത് അവരെയാണ്. ബാബ അധർ കുമാരിയെയും കുമാരിയെയും എല്ലാവരെയും പഠിപ്പിക്കുന്നു. അധർ കുമാരി എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. പകുതി ശരീരമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കന്യക പവിത്രമാണ്. അധർ കന്യക എന്ന് പറയുന്നത്
ആരാണോ അപവിത്രം ആയതിനു ശേഷം വീണ്ടും പവിത്രമാകുന്നത്. നിങ്ങളുടെ തന്നെ സ്മാരകം നിൽക്കുന്നു. ബാബ തന്നെയാണ് കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ബാബ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ മൂലവചനത്തെയും അറിയുന്നു. പിന്നെ സൂര്യവംശിയും ചന്ദ്രവംശിയും എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്നത്, ക്ഷത്രിയ അവസ്ഥയുടെ അടയാളമായി ബാണം എന്തുകൊണ്ട് നൽകിയിരിക്കുന്നു, ഇതും നിങ്ങൾക്കറിയാം. യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമേയില്ല, അസുരന്മാരുടെയും കാര്യമില്ല, അപഹരിക്കുന്നതിൻ്റെ കാര്യവും സിദ്ധമാകുന്നില്ല. സീതയെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും രാവണൻ ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ സ്വർഗത്തിൻ്റെ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴികാട്ടികളാണ്. അവർ ശാരീരിക വഴികാട്ടികളാണ്, നമ്മൾ ആത്മീയ വഴികാട്ടികളാണ്. അവർ കലിയുഗി ബ്രാഹ്മണനാണ്, പുരുഷോത്തമൻ ആകുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ബാബ അനേകം പ്രകാരത്തിലൂടെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ മറന്നു പോകുന്നു. ഞാൻ ആത്മാവാണ്, ബാബയുടെ കുട്ടിയാണ്. ഈ ലഹരി ഉണ്ടായിരിക്കുന്നില്ല. എത്രത്തോളം ഓർമ്മിച്ചുകൊണ്ടിരിക്കുമോ അത്രയും ദേഹാഭിമാനം ഇല്ലാതാകും. സ്വയം തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കൂ. നോക്കൂ, നമ്മുടെ ദേഹാഭിമാനം ഇല്ലാതായോ? നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. നമ്മുടെ പാർട്ട് തന്നെ ഹീറോ ഹീറോയിൻ്റെതാണ്. ഹീറോ ഹീറോയിൻ എന്ന പേര് വരുന്നത് ആരെങ്കിലും വിജയം നേടുമ്പോഴാണ്. നിങ്ങൾ വിജയം നേടുന്നു, അപ്പോൾ നിങ്ങൾക്ക് ഹീറോ ഹീറോയിൻ എന്ന പേര് വരുന്നു. ഈ സമയത്ത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. തോൽക്കുന്നവരെ ഹീറോ ഹീറോയിൻ എന്ന് പറയുകയില്ല. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ പോയി ഹീറോ ഹീറോയിൻ ആകുന്നു. നിങ്ങളുടേത് ഉയർന്നതിലും ഉയർന്ന പാർട്ടാണ്. കൗടിയും വജ്രവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ആര് എത്ര തന്നെ ലക്ഷാധിപതിയോ കോടിപതിയോ ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾക്കറിയാം, ഇതെല്ലാം വിനാശമാകും. നിങ്ങൾ ആത്മാക്കൾ ധനികരായിക്കൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും ധാരണ ചെയ്യേണ്ടതുണ്ട്. നിശ്ചയത്തിലും ഇരിക്കണം. ഇവിടെ ലഹരി കയറുന്നു, പുറത്തു പോകുമ്പോൾ ലഹരി ശമിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ തന്നെയായി പോകുന്നു. ബാബ പറയുന്നു, ബുദ്ധിയിൽ ഉണ്ടായിരിക്കട്ടെ, ബാബയാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠനത്തിലൂടെ നമ്മൾ മനുഷ്യനിൽ നിന്നും ദൈവതയായി മാറും. ഇതിൽ പ്രയാസത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. ജോലിയിലും മറ്റും കുറച്ച് സമയം കണ്ടെത്തി ഓർമ്മിക്കുവാൻ സാധിക്കും. ഇതും തനിക്കുള്ള ജോലിയാണല്ലോ. അവധിയെടുത്ത് ബാബയെ ഓർമ്മിക്കൂ. ഇത് ഏതെങ്കിലും അസത്യമല്ല പറയുന്നത്. മുഴുവൻ ദിവസവും വെറുതെ പാഴാക്കി കളയരുത്. നമ്മൾ ഭാവിയെക്കുറിച്ച് ഒരല്പം ചിന്തിക്കണം. യുക്തികൾ ധാരാളമുണ്ട്. എത്ര സാധിക്കുമോ സമയം കണ്ടെത്തി ബാബയെ ഓർമ്മിക്കൂ. ശരീര നിർവഹാർത്ഥം തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. ഞാൻ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകുവാനുള്ള വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നു. നിങ്ങൾ കുട്ടികളും സർവർക്കും നിർദ്ദേശങ്ങൾ നൽകുന്നവരാണ്. മന്ത്രി നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയായിരിക്കുമല്ലോ. നിങ്ങൾ അഡ്വൈസറാണ്. എല്ലാവർക്കും മുക്തിയും ജീവൻ മുക്തിയും എങ്ങനെ ലഭിക്കും? ഈ ജന്മത്തിൽ ആ വഴി പറഞ്ഞു കൊടുക്കുന്നു. മനുഷ്യർ സ്ലോഗനും മറ്റും ഉണ്ടാക്കുന്നു, ചുവരിലും മറ്റും പതിപ്പിക്കുന്നു. നിങ്ങൾ എഴുതുന്നുണ്ട് ബി ഹോളി ആൻഡ് രാജയോഗി എന്ന്. പക്ഷേ ഇതിലൂടെ മനസ്സിലാക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് ബാബയിൽ നിന്നും ഈ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മുക്തിധാമത്തിൻ്റെയും സമ്പത്തുണ്ട്. എന്നെ നിങ്ങൾ പതീത പാവനൻ എന്ന് പറയുന്നു.
അപ്പോൾ ഞാൻ വന്ന് പാവനമാകാനുള്ള നിർദ്ദേശം നൽകുന്നു. നിങ്ങളും അഡ്വൈസറാണ്. മുക്തിധാമത്തിലേക്ക് ആർക്കും പോകുവാൻ സാധിക്കില്ല. ബാബ വന്ന് അഡ്വൈസ് ചെയ്യാത്തതുവരെയും ശ്രീമത് നൽകാത്തതുവരെയും. ശ്രീ എന്നാൽ ശ്രേഷ്ഠ മതം ശിവ് ബാബയുടേതാണ്. ആത്മാക്കൾക്ക് ശിവ് ബാബയുടെ ശ്രീമത്ത് ലഭിക്കുന്നു. പാപാത്മാവ്, പുണ്യാത്മാവ് എന്ന് പറയുന്നു. പാപ ശരീരം എന്ന് പറയുകയില്ല. ആത്മാവാണ് ശരീരത്തിലൂടെ പാപം ചെയ്യുന്നത്. അതിനാൽ പാപാത്മാവ് എന്ന് പറയുന്നു. ശരീരമില്ലാതെ ആത്മാവിന് പാപമോ പുണ്യമോ ചെയ്യുവാൻ സാധിക്കില്ല. അതിനാൽ എത്ര സാധിക്കുമോ വിചാരസാഗര മഥനം ചെയ്യൂ. സമയം ധാരാളമുണ്ട്. ടീച്ചറോ പ്രൊഫസറോ ആയിരുന്നാലും അവരെയും യുക്തിയോടെ ഈ ആത്മീയ പഠനം പഠിപ്പിക്കേണ്ടതാണ്. അതിലൂടെ മംഗളം ഉണ്ടാകട്ടെ. ബാക്കി ഈ ഭൗതിക പഠനത്തിലൂടെ എന്തുണ്ടാകും? നമ്മൾ ഇത് പഠിക്കുന്നു. ബാക്കി കുറച്ച് ദിവസങ്ങളാണുള്ളത്. വിനാശം മുന്നിൽ നിൽക്കുന്നു. ഉള്ളിൽ ഉത്സാഹം ഉണ്ടായിക്കൊണ്ടിരിക്കും. എങ്ങനെ മനുഷ്യർക്ക് വഴി പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. ഒരു പെൺകുട്ടിക്ക് പേപ്പർ ലഭിച്ചിരുന്നു. അതിൽ ഗീതയുടെ ഭഗവാന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എഴുതി, ഗീതയുടെ ഭഗവാൻ ശിവനാണ്. അപ്പോൾ ആ കുട്ടിയെ തോൽപ്പിച്ചു. മനസ്സിലാക്കിയിരുന്നത് ഞാൻ ബാബയുടെ മഹിമയാണ് എഴുതുന്നത്, ഗീതയുടെ ഭഗവാൻ ശിവനാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. കൃഷ്ണന്റെ ആത്മാവും ജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നു. ഇതിരുന്ന് എഴുതിയപ്പോൾ ഫെയിലായിപ്പോയി. മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ ഇത് പഠിക്കുകയില്ല. ഇപ്പോൾ ഈ ആത്മീയ പഠനത്തിൽ മുഴുകും. പെൺകുട്ടി വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. മുൻപും പറയുമായിരുന്നു, ഞാൻ ഇങ്ങനെ എഴുതും, തോൽക്കുകയും ചെയ്യും എന്ന്. പക്ഷേ സത്യമാണല്ലോ എഴുതേണ്ടത്. മുന്നോട്ട് പോകവേ മനസ്സിലാക്കും, തീർച്ചയായും ഈ പെൺകുട്ടി എന്തെഴുതിയിരുന്നോ അതാണ് സത്യം. പ്രഭാവം പുറത്തു വരികയും പ്രദർശനിയിലും മ്യൂസിയത്തിലും അവർ വിളിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാകും. ബുദ്ധിയിൽ വരികയും ചെയ്യും, ഇതാണ് ശരി. അനേകം മനുഷ്യർ വരുന്നു. അപ്പോൾ ചിന്തിക്കണം, മനുഷ്യർ ഉടൻ മനസ്സിലാകും വിധത്തിൽ ഇങ്ങനെ ചെയ്യട്ടെ എന്ന്. ഇത് പുതിയ കാര്യമാണ്. ചിലരൊക്കെ തീർച്ചയായും മനസ്സിലാക്കും, ആരാണോ ഇവിടുത്തേതായവർ. നിങ്ങൾ സർവർക്കും ആത്മീയ വഴി പറഞ്ഞു കൊടുക്കുന്നു. പാവങ്ങൾ എത്ര ദുഃഖിതരാണ്. ആ എല്ലാവരുടെയും ദുഃഖം എങ്ങനെ ദൂരെയാക്കും? വളരെയധികം വഴക്കുകളും ഉണ്ടല്ലോ. അന്യോന്യം ശത്രുക്കളാകുന്നു. അപ്പോൾ എങ്ങനെയെല്ലാം ഇല്ലാതാക്കുന്നു? ഇപ്പോൾ ബാബ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. മാതാക്കൾ പാവങ്ങൾ അറിവില്ലാത്തവരാണ്, നമ്മൾ പഠിച്ചിട്ടില്ലാത്തവരാണ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, പഠിച്ചിട്ടില്ലെങ്കിൽ നല്ലതാണ്. വേദശാസ്ത്രങ്ങൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അവയെല്ലാം ഇവിടെ മറക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് കേൾപ്പിക്കുന്നുവോ അത് കേൾക്കൂ. മനസ്സിലാക്കിച്ചു കൊടുക്കണം, സദ്ഗതി നിരാകാരനായ പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. മനുഷ്യരിൽ ജ്ഞാനമേ ഇല്ല. അപ്പോൾ അവർക്ക് പിന്നെ എങ്ങനെ സദ്ഗതി ചെയ്യുവാൻ സാധിക്കും? സദ്ഗതി ദാതാവും ജ്ഞാനത്തിൻ്റെ സാഗരവും ഒന്നു മാത്രമാണ്. ആര് ഇവിടുത്തേതായിരിക്കുമോ അവർ തന്നെയാണ് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുക എന്ന് മനുഷ്യർ പറയുകയില്ല. ഏതെങ്കിലും വലിയ വ്യക്തികളായ ഒരാൾ വന്നാൽ ശബ്ദമുണ്ടാകും. മഹിമയുണ്ട്. ദരിദ്രനായ തുളസിദാസ് പറഞ്ഞ കാര്യം ആരും കേട്ടില്ല എന്ന്. സർവീസിന്റെ യുക്തികൾ ബാബ വളരെയധികം പറഞ്ഞു തരുന്നു. കുട്ടികൾ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ
ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൊഴിൽ ആദിയായവ ചെയ്യവേ ഭാവിയിൽ ഉയർന്ന പദവി നേടുന്നതിനായി ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. ഈ ഡ്രാമ സെക്കൻഡ് ബൈ സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഒരിക്കലും ഏതെങ്കിലും സീൻ കണ്ട് ഹാർഡ് ഫെയിൽ ആകരുത്. ഈ ആത്മീയ പഠനം പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. സർവരുടെയും മംഗളം ചെയ്യണം. ഉള്ളിൽ ഈ ഉത്സാഹം വന്നുകൊണ്ടിരിക്കണം. നമ്മൾ എങ്ങനെ എല്ലാവർക്കും പാവനമാകുന്നതിൻ്റെ അഡ്വൈസ് നൽകട്ടെ, വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കട്ടെ. വരദാനം: സർവ സംബന്ധങ്ങളുടെയും സഹയോഗത്തിൻ്റെ അനുഭൂതിയിലൂടെ നിരന്തര യോഗിയും സഹജയോഗിയുമായി ഭവിക്കട്ടെ. ഓരോ സമയത്തും ബാബയുടെ ഭിന്ന ഭിന്ന സംബന്ധങ്ങളുടെ സഹയോഗം എടുക്കുന്നത്, അതായത് അനുഭവിക്കുന്നത് തന്നെയാണ് സഹജയോഗം. ബാബ ഏത് സമയത്തും സംബന്ധം നിറവേറ്റുന്നതിനു വേണ്ടി ബന്ധനസ്ഥനാണ്. മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ തന്നെയാണ് സർവ അനുഭവങ്ങളുടെയും ഖനി പ്രാപ്തമാകുന്നത്. അതിനാൽ സദാ സർവ സംബന്ധങ്ങളുടെയും സഹയോഗം എടുക്കൂ. നിരന്തര യോഗിയും സഹജയോഗിയുമാകൂ. കാരണം ആരാണോ സർവ സംബന്ധങ്ങളുടെയും അനുഭൂതിയിലും പ്രാപ്തിയിലും മഗ്നമായിരിക്കുന്നത്, അവർ പഴയ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും സഹജമായി തന്നെ ഉപരാമമാകുന്നു. സ്ലോഗൻ: സർവശക്തികൾ കൊണ്ടും സമ്പന്നമായിരിക്കുക. ഇത് തന്നെയാണ് ബ്രാഹ്മണ സ്വരൂപത്തിൻ്റെ വിശേഷത. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. തപസ്വി മൂർത്തിയുടെ അർത്ഥമാണ് തപസ്യയിലൂടെ ശാന്തിയുടെ ശക്തിയുടെ കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നത് അനുഭവത്തിൽ വരണം. ഈ തപസ്വി സ്വരൂപം മറ്റുള്ളവർക്ക് നൽകുന്നതിൻ്റെ സ്വരൂപമാണ്. ഏതുപോലെ സൂര്യൻ വിശ്വത്തിന് പ്രകാശത്തിൻ്റെയും അനേകം വിനാശപ്രാപ്തികളുടെയും അനുഭൂതി ഉണ്ടാക്കിക്കുന്നു, ഇതേപോലെ മഹാൻ തപസ്വി ആത്മാക്കൾ ജ്വാലാരൂപ ശക്തിശാലി ഓർമ്മയിലൂടെ പ്രാപ്തിയുടെ കിരണങ്ങളുടെ അനുഭൂതി ഉണ്ടാക്കിക്കുന്നു. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു.
ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യപ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.